അർജുൻ എന്ന മലയാളി എന്ന വികാരം ഉള്ളപ്പോൾ തന്നെ അതിനപ്പുറം മനുഷ്യൻ എന്ന വികാരം ഉണ്ടാവണം. അവിടെ ഒരു ചെറിയ കട നടത്തിയിരുന്ന 5 അംഗ കുടുംബം, പ്രായമായ സ്ത്രീയും ചെറിയ കുഞ്ഞും അടക്കമുള്ള കുടുംബം ഒന്നടങ്കം മണ്ണിടി പോയിട്ടുണ്ട്. നമുക്ക് അവർക്ക് ആരെങ്കിലും പേരറിയാമോ? നമ്മൾ അവർക്ക് ഇവിടെ ഒരു ഹാഷ്ടാഗ് വെച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഈ മൊത്തത്തിൽ സ്ക്രീനിൽ കാണുന്ന ഈ വൈകാരികതയിൽ പിടിക്കുമ്പോൾ ആ മണ്ണിനടിയിൽ പെട്ടുപോയ, ജീവിക്കാൻ വേണ്ടി ആ ആളില്ലാത്ത സ്ഥലത്ത് കടയിട്ട, ആ പെട്ടിക്കട ഒലിച്ചു പോയി മരിച്ചുപോയ ഒരു കുടുംബം മുഴുവനുണ്ട്. ഒരുപക്ഷെ നമ്മളെ ഏറ്റവും വേദനിപ്പിക്കേണ്ട, ഏറ്റവും വൈകാരികമായി നമ്മളെ സ്വാധീനിക്കേണ്ട വിഷയങ്ങളിലൊന്നും ആ കുടുംബത്തിൻ്റെ മരണം കൂടിയല്ലേ. നമ്മളവരുടെ പേര് പോലും ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾ പേര് നിങ്ങൾക്ക് ഓർക്കണമെങ്കിൽ മാധ്യമങ്ങൾ അവരുടെ പേര് പറയണം. അപ്പോൾ നമ്മൾ സമീപനത്തിനകത്ത് ഒരു സംഗതിയെ വൈകാരികമാക്കി അതിൻ്റെ മാക്സിമത്തിൽ കൊണ്ടുപോകുന്നതിനകത്ത് പോലും നമ്മളൊരാലോചന നടത്തണം. നമ്മളത് മാത്രമല്ല, മലയാളി ആകെ തന്നെയും. ഇതിനകത്ത് ചില സാധാരണ അപകടങ്ങളിൽ കാണാത്ത ചില ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ, നിങ്ങൾ ബെല്ലടിച്ചപ്പോൾ, നിങ്ങൾ വിളിച്ചപ്പോൾ റിങ് ചെയ്തു, അത് എന്താ പറയുന്നത്, ആളുകളെ ഒരു പെട്ടെന്ന് ഒരു ഉദ്വേഗം ഉണ്ടാക്കുന്ന കാര്യമാണ്. റിങ് ചെയ്തെങ്കിൽ അയാൾ ജീവനോടെ ഉണ്ടാവാം, അല്ലെങ്കിൽ അയാൾ നമ്മുടെ കയ്യെത്തും ദൂരത്ത് എവിടെയോ ഉണ്ടെന്നൊരു തിങ്കിങ് ആണ്. ആ പോയിന്റിലാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു വൈകാരികത കണക്റ്റ് ആവുന്നത്, ഒരു ഹുക്ക് മലയാളിക്ക് കിട്ടുന്നത്. അവിടെയാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ GPS കിട്ടിയെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഇപ്പോൾ മണ്ണടിയിൽ 20 മീറ്റർ താഴ്ചയിൽ മണ്ണടിയിൽ മൊത്തമായി മൂടിപ്പോയ GPS സിഗ്നൽ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്കറിയാവുന്ന ഒരു ശാസ്ത്രം. മൊബൈൽ റിങ്ങിയാനും പാടാണ്. നിങ്ങളൊരു അണ്ടർ പാസേജിലൂടെ പോകുമ്പോഴും മൊബൈലിന് റേഞ്ച് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും എന്തുമാത്രം ശരിയാണ്, എന്തുമാത്രം ശരിയായ സമയത്താണ് ഈ മൊബൈൽസ് ഈ ബെല്ലടിച്ചത് അല്ലെങ്കിൽ ഈ GPS സിഗ്നൽ കിട്ടിയെന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നൊരു കുറച്ചുകൂടെ ഒരു പരിശോധന ആവശ്യമുള്ള കാര്യമാണ് എന്ന് തോന്നുന്നു. എന്തായാലും ഇതൊരു വലിയൊരു അപകടമാണ്. അപകടത്തിൽ നമുക്ക് നിർഭാഗ്യകരമായ ചില കാര്യങ്ങൾ സംഭവിച്ചു പോയി. നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ, സഹജീവികളെ നഷ്ടപ്പെട്ടു പോയി. അതിലുള്ള വേദനയുണ്ട്. അതിനെതിരായിട്ടുള്ള ആ കാര്യത്തിൽ ഗവൺമെൻറ് സംവിധാനങ്ങൾ ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റണം. പക്ഷെ കുറച്ചുകൂടി ഗൗരവത്തിലും കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെയും നമ്മൾ ഇത്തരം സംഗതികളെ കാണണം. കാരണം ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ചെറിയ ഒരു കാര്യമല്ല. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ള അപകടത്തിൻ്റെ വ്യാപ്തി എന്താണ്, അവിടെ എന്തുതരം രക്ഷാപ്രവർത്തനമാണ് നടത്താൻ പറ്റുക എന്ന കാര്യം മനസ്സിലാക്കാൻ ഈ ഇൻസിഡൻറ്റ് നമുക്ക് ഉപകാരപ്പെട്ടെന്ന് ഓർക്കാം. പിന്നെ ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലൊക്കെ അവിടെ വന്നു. ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിനെ എല്ലാവരും തള്ളിപ്പറയാണ്. രഞ്ജിത്ത് ഇസ്രായേൽ ഒരുപാട് ദുരന്ത മുഖങ്ങൾ കാണുന്ന ആളാണ്. അയാൾക്ക് രക്ഷാപ്രവർത്തനം നടത്താനുള്ള അയാളുടെ ആഗ്രഹത്തെ ഒന്നും നമ്മൾ തള്ളിപ്പറയുന്നില്ല. ഒരു മനുഷ്യന് ഒരു വണ്ടി ഓടിച്ചൊരു സ്ഥലത്ത് ചെല്ലുന്നത് അയാളുടെ സഹജീവി സ്നേഹം കൂടി ഉണ്ടായിരിക്കാം, വേറെ ആരോപണം ഉള്ളപ്പോൾ തന്നെ. പക്ഷേ മല കയറാൻ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, വടത്തിൽ പിടിച്ച് മലയിൽ കയറാൻ പറ്റും, പിക്കാസ് ഉപയോഗിച്ച് കളിക്കാൻ പറ്റും. എല്ലായിടത്തും വേണ്ട ഒരു സ്കില്ലല്ല. മിഷനറി ഉപയോഗിക്കാതെ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റാത്ത ഏരിയകളുണ്ട്. ഇവിടെ മിഷനറിയേ പറ്റൂ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഈ പറയുന്ന മണ്ണുമാന്തി പോലും പോരാ. ഈ പറയുന്ന ബൂം എക്സ്കവേറ്റർ ഉണ്ടെങ്കിൽ മാത്രം പണിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലം അവിടെ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ വലിയ സ്കാനറുകൾ വരേണ്ട സ്ഥലം. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം, നമുക്ക് പറ്റാത്ത കാര്യമാണ്. ആർമി വന്നിട്ട് ഇവിടെ ഞങ്ങൾ തപ്പി നോക്കി, മണ്ണടിയിലില്ല, ഇത് വെള്ളത്തിലാണ് എന്ന് പറഞ്ഞതിൻ്റെ വൈകുന്നേരം വെറുതെയാണ്. 90% സാധ്യത ഇപ്പോഴും മണ്ണടിയിലാണെന്നൊക്കെ പറയുന്നത് നമ്മൾ എന്ത് ശാസ്ത്രവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അത് റെസ്പോൺസിബിളായിട്ട് മീഡിയ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ മീഡിയയ്ക്കും അതിനകത്ത് കാര്യമായ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണ്, നമ്മുടെ വൈകാരികത ഈ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി കുറച്ച് റിയലിസ്റ്റിക്കായി ഇതിനെ സമീപിക്കണം, കാഴ്ചക്കാരും മാധ്യമങ്ങളും അടക്കം എന്നാണ് എനിക്ക് തോന്നുന്നത്.